തൃശ്ശൂരിൽ നിന്ന് വരുന്ന വാർത്ത അവിടെ ഈ കൊടുങ്ങല്ലൂർ റൂട്ടില് മിന്നൽ ബസ് സമരം എന്നുള്ളതാണ്. പ്രദേശവാസിയെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് ബസ് ജീവനക്കാർക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ ഒരു വിഭാഗം ബസ് ജീവനക്കാർ പണിമുടക്കുന്നത്. ലെവിൻ കെ വിജയനുണ്ട്. ലെവിൻ, മിന്നൽ പണിമുടക്കെന്ന് പറയുമ്പോഴത്തേക്കും സാധാരണക്കാരെ വലച്ചുകൊണ്ടുള്ള സമരമാണ്. ഇതിപ്പോ എല്ലാവരും ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ടോ? എന്താണ് അവസ്ഥ? ഏതോ ന്യായീകരിക്കാനാവാത്ത വിധത്തിലുള്ള ഒരു സമരമാണിത് കൊടുങ്ങല്ലൂർ തൃശൂർ റൂട്ടിൽ നടക്കുന്നത്. ഒരു വിഭാഗം ജീവനക്കാർ മാത്രമാണ് ഈ സമരത്തിൽ പങ്കെടുക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ അപ്രതീക്ഷിതമായി ഈ വിഭാഗത്തിൽപ്പെടുന്ന ബസ്സുകളും അതിലെ ജീവനക്കാരും സമരം പ്രഖ്യാപിക്കുകയായിരുന്നു. ഈ സംഭവങ്ങൾക്കൊക്കെ അടിസ്ഥാനമായ കാര്യം കഴിഞ്ഞ മാസം 23-ന് ബസ് ജീവനക്കാരും പ്രദേശവാസികളായിട്ടുള്ള ചില ആളുകളും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. പ്രദേശവാസികളായിട്ടുള്ള ആളുകളെ ഇവർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ചിലർ അങ്ങോട്ട് പരസ്പരം മർദ്ദിക്കുകയും ചെയ്തു. ഈ മർദ്ദനത്തെ തുടർന്ന് ബസ് ജീവനക്കാർക്കെതിരെ പോലീസ് കേസെടുത്തു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഒരു മാസത്തിന് ശേഷം ഇപ്പോൾ സമരവുമായി ഒരു കൂട്ടം ആളുകൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഏതായാലും പ്രദേശവാസികളായിട്ടുള്ള ആളുകളെയും പൊതുജനങ്ങളെയും ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ഒരു മിന്നൽ സമരമാണ് ഇതെന്ന കാര്യത്തിൽ തർക്കമില്ല. പോലീസ് നടപടിയെടുക്കും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെ അറിയിച്ചിരിക്കുന്ന കാര്യം. ഏതായാലും ആ ബസ് സമരം തുടരുകയാണ്. ഒരു വിഭാഗം ജീവനക്കാർ മാത്രമാണ് സമരത്തിൽ പങ്കെടുക്കുന്നത്. മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് സമരത്തിലെ പങ്കെടുക്കുന്ന ബസ് മുതലാളിമാരും അല്ലെങ്കിൽ ബസ് ജീവനക്കാരും ഈ സമരത്തിന്റെ ഭാഗമായിരിക്കുന്നതെന്നും പറയാതിരിക്കാനാവില്ല. ശരി, ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂരിൽ മിന്നൽ പണിമുടക്ക്.